to time to spend with the family members. TP ചന്ദ്രശേഖരന്റെ ഫാമിലി ഇല്ലായിരുന്നു സർ. ഈ നിഷ്ഠൂരമായ കൊലപാതകം നടത്തിയ ആളുകൾ അവർക്ക് 3 വർഷം പരോൾ കൊടുത്തപ്പോൾ എന്ത് സന്ദേശമാണ് നിങ്ങൾ ഇതിലൂടെ നൽകുന്നത് എന്നാണ് എന്റെ ചോദ്യം. സമൂഹത്തിന് നിങ്ങൾ നൽകുന്ന സന്ദേശം എന്താണ്? കൊലപാതകം നടത്തിക്കൊള്ളുക, ഗവൺമെന്റിൽ സ്വാധീനമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ വിധത്തിലുമുള്ള സംരക്ഷണം ലഭിക്കും. കാപ്പ കേസിലെ പ്രതിയെ പത്തനംതിട്ടയിൽ മാലയിട്ട് മുദ്രാവാക്യം വിളിക്കുന്ന ഒരു മന്ത്രിയെ കണ്ട് കേരളം ലജ്ജിച്ച് തലതാഴ്ത്തി സർ. സർ, നവീൻ ബാബുവിന്റെ മരണത്തിന് ഉത്തരവാദിയായ PP ദിവ്യയെ ജയിൽ മോചിതയായപ്പോൾ പാർട്ടി സെക്രട്ടറിയുടെ ഭാര്യ ഉൾപ്പെടെയുള്ളവർ ജയിലിന്റെ പുറത്ത് സ്വീകരിക്കുന്നു. കൃപേഷ്, ശരത്ലാലിനെ കൊലപാതകത്തിന് ഉത്തരവാദികളായ പ്രതികൾക്ക് മാലയിട്ട് ഓപ്പൺ ജയിലിൽ ആനയിക്കുന്നു. സർ, മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ, എന്ത് സന്ദേശമാണ് നിങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് നൽകുന്നത്? ചെറുപ്പക്കാർക്ക് എന്ത് സന്ദേശമാണ് നിങ്ങൾ നൽകുന്നത്? സർ, ഇദ്ദേഹം ഈ മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് കുറെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഓരോന്നിനും ഞാൻ ഇടക്കിടക്ക് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കണോ? വേണമെങ്കിൽ അതാകാം, അതാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ. ഇപ്പൊ യൂത്തിന് എന്ത് സന്ദേശമാണ് നൽകുന്നത് പറഞ്ഞില്ലേ? യൂത്തിന് നൽകുന്ന ഈ സന്ദേശമാണോ നൽകേണ്ടത്? ഇപ്പൊ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദേശമാണോ നൽകേണ്ടത്? ഇപ്പൊ അദ്ദേഹം എന്താ നൽകിയത്? ഇതിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? എന്തിനാണ് ഈ അവസരം ഉപയോഗിക്കുന്നത്? ഇത് സമൂഹം നേരിടുന്ന ഒരു വിപത്തിനെ നേരിടുന്ന രീതിയിലാണോ അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? അതാണോ ശരിയായ രീതി? യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയണം. ഇന്ന് നാട് നേരിടുന്ന പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയണം. ഇടക്കിടക്ക് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറഞ്ഞ ഒരു ചോദ്യം ചോദിച്ചാൽ പാത്രം പോരാ. നാടിന്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാനാവണം. ഇവിടെ ബഹുമാനപ്പെട്ട അംഗം ശ്രീ രമേശ് ചെന്നിത്തല അടിയന്തര പ്രമേയം ഇവിടെ അവതരിപ്പിക്കുന്നത് ഈ വിഷയങ്ങളെ സമഗ്രമായ രീതിയിൽ ഇവിടെ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അത് മുഖ്യമന്ത്രി അടക്കമുള്ള അധികാരത്തിലിരിക്കുകയാണ്. നിങ്ങളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി, നിങ്ങളാണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ളയാൾ. നിങ്ങളെ കുറ്റപ്പെടുത്തും. അതിനെന്തിനാണ് അങ്ങ് ഇത്ര അസഹിഷ്ണുത കാണിക്കുന്നത്? അങ്ങേ കുറ്റപ്പെടുത്തും. അങ്ങേ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇതില് യഥാർത്ഥത്തിൽ തുടങ്ങുമ്പോൾ തന്നെ ഈ ഡിബേറ്റ് അവിടെ ഇരിക്കുക പ്ലീസ്, അവിടെ ഇരിക്കുക പ്ലീസ് അവിടെ ഇരിക്കുക. സർക്കാരും മുഖ്യമന്ത്രിയും എഴുതി തരുന്നത് പോലെ പ്രസംഗിക്കാനല്ല ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. അതിലൊന്നും തർക്കമില്ല. മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്നാണ് വിളിച്ചത്, അല്ലാതെ മോശം പേരൊന്നും അല്ല വിളിച്ചത്. അതില് ഈ ഡിബേറ്റ് യഥാർത്ഥത്തിൽ തുടങ്ങുമ്പോൾ തന്നെ ചെയർ പറഞ്ഞു ഇത് കേരളത്തെ ബാധിക്കുന്ന വിഷയമാണ്, ഒരു ആരോഗ്യപരമായ ചർച്ച ഇവിടെ നടക്കണം. പകരം പലപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് തവണ ചർച്ച ചെയ്ത വിഷയമാണ്. ഒരുപാട് തവണ ഈ നിയമസഭ തന്നെ ചർച്ച ചെയ്ത, ഈ ഫ്ലോർ തന്നെ ചർച്ച ചെയ്യാണ് വീണ്ടും റൈസ് ചെയ്യുന്നത്. ഇവിടെ നിർഭാഗ്യവശാൽ ഒരു ഹെൽത്തി ഡിസ്കഷൻ ആയി പോകുന്നില്ല. അതുകൊണ്ട് അങ്ങേ പോലെ മുതിർന്ന ഒരാളോട് ഇതിന്റെ റെലവന്റ് ആയ ടോപ്പിക്കിലേക്ക് വരണം. നോ. ഇവിടെ വിഷയം എന്താണ്? ഇവിടെ വിഷയം അടിയന്തര പ്രമേയം എന്താണ്? ഈ കേരളം നേരിടുന്ന പുതിയ പ്രശ്നമാണ്. അല്ലാതെ അതിന് പകരം കഴിഞ്ഞ കാര്യങ്ങൾ തന്നെ വീണ്ടും ഈ സഭ നിങ്ങൾ ഫ്ലോർ പരിശോധിക്കണം. രേഖകൾക്കകത്തുള്ള കാര്യം തന്നെ വീണ്ടും ആവർത്തിക്കുന്ന രീതി ശരിയല്ല. യെസ്, യു ക്യാൻ കണ്ടിന്യൂ. സാർ, ഞാൻ എന്ത് പ്രസംഗിക്കണമെന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തീരുമാനിക്കേണ്ട. എനിക്ക് സംസാരിക്കാനുള്ള അധികാരമുണ്ട്, അവകാശമുണ്ട്. ഈ വിഷയത്തെ കുറിച്ചാണ് സംസാരിക്കേണ്ടത്. ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നതിന് പകരം ഈ അവസരം ഉപയോഗിച്ച് അനാവശ്യമായ കാര്യങ്ങൾ പറയല്ല വേണ്ടത്. തീർത്തും അനാവശ്യമായ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. അനാവശ്യമായ കാര്യങ്ങൾ പറയാനല്ല ഈ വേദി ഉപയോഗപ്പെടുത്തേണ്ടത്. ഇതിനകത്ത് സൂചിപ്പിച്ചല്ലോ, ഞാൻ തുടങ്ങുമ്പോൾ തന്നെ വളരെ ബഹുമാനപ്പെട്ട അങ്ങ് ഇരിക്കണം. ഇത് വളരെ സീരിയസ് ആയ വിഷയമാണ്. ഈ വിഷയത്തെ അതേ ഗൗരവത്തിൽ ഗവൺമെന്റ് കണ്ടതുകൊണ്ടാണ് ഓപ്പൺ ഡിബേറ്റിന് തയ്യാറായത്. പകരം എത്രയോ തവണ സഭ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെ വീണ്ടും ആവർത്തിക്കുന്ന രീതി ശരിയല്ല. ഇത് പരിഹരിക്കപ്പെടണം. ഇത് പൊതുസമൂഹത്തെ ബാധിക്കുന്ന വിഷയമാണ്. ഇവിടെ ഡിസ്കസ് ചെയ്യുന്ന വിഷയം അങ്ങ് എഴുതിത്താണ് അടിയന്തര പ്രമേയത്തിൽ തന്നെ പറഞ്ഞ കാര്യം സഭ ഗൗരവമായി ചർച്ച ചെയ്യാൻ തയ്യാറായി. അത് ചർച്ച ചെയ്യേണ്ട, ഇത് ബ്ലെയിമിംഗ് അല്ല, ഇതൊരു ബ്ലെയിം ചെയ്യേണ്ട സമയമല്ല ഇത്. പകരം ആരോഗ്യകരമായ രീതിയിലേക്ക് ചർച്ച പോകണം. അത് വഴിതിരിച്ചുവിടുന്ന രീതി അങ്ങേപ്പോലെ ഒരു മുതിർന്ന അംഗത്തിന്റെ ഭാഗത്ത് ഉണ്ടാവുന്ന രീതി ശരിയല്ല. യെസ്, അങ്ങ് കണ്ടിന്യൂ ചെയ്തോ. 9 വർഷക്കാലം കേരളം ഭരിച്ചിട്ട് ഈ നാട്ടിൽ നടക്കുന്ന അക്രമങ്ങളും കൊലപാതകങ്ങളും അരക്ഷിതാവസ്ഥയും നിയമലംഘനങ്ങളും
തകർച്ചയും നിയമസമാധാന തകർച്ചയും ഞങ്ങൾക്ക് പറയാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ചീട്ട് ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങൾ പറയും, ഞങ്ങളത് പറയും, ഞങ്ങൾ പറയും. ഞങ്ങൾ പറയും ഇവിടെ. സാർ എന്നെ സാർ ഇവിടെ സഭ അംഗീകരിക്കുന്നത് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യുന്നതിനുള്ള നോട്ടീസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. ആ നോട്ടീസിൽ പ്രതിപാദിക്കുന്ന വിഷയങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. ഗവൺമെന്റ് വളരെ ഓപ്പണായി ഈ നാട് അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തെ ഒറ്റക്കെട്ടായി പ്രതിരോധിക്കാനുള്ള ഒരു അവസരം എന്ന രീതിയിൽ ചർച്ചയെ മാറ്റുമ്പോൾ സങ്കുചിതമായ രാഷ്ട്രീയ ലക്ഷ്യം വെച്ച് ഈ നാടിനെ അപകടത്തിലേക്ക് ആക്കാൻ നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതല്ല ഈ നാട് ആഗ്രഹിക്കുന്നത്. ബഹുമാന്യനായ രമേശ് ചെന്നിത്തലയുടെ നോട്ടീസിനെ സർക്കാർ തുറന്ന മനസ്സോടെയാണ് കണ്ടത്. തുറന്ന മനസ്സോടെയാണ്. നാട് അഭിമുഖീകരിക്കുന്ന ഒരു സാമൂഹിക വിപത്തിനെ സംബന്ധിച്ച ഒരു ചർച്ച ഈ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു, സഭ മാത്രം ചർച്ച ചെയ്യേണ്ടതല്ല, സമൂഹമാകെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. സമൂഹത്തിൽ ഒരു സംവാദം ഉയർത്തിക്കൊണ്ടുവരുന്നതിന് മാതൃക നിയമസഭ കാണിക്കുക എന്ന ഉദ്ദേശത്തോടെ തുറന്ന മനസ്സോടെയാണ് സർക്കാർ ഇതിനെ സ്വീകരിച്ചത്. അദ്ദേഹം ഒരു സാമൂഹിക വിപത്തിൽ നിന്ന് രാഷ്ട്രീയ ലാഭം എങ്ങനെ കൊയ്യാമെന്ന ദുഷ്ടലാക്കാണ്. സർ, ഈ സമൂഹത്തിൽ നടക്കുന്ന കൂട്ടക്കൊലകളെ പറ്റി, ആ കൂട്ടക്കൊലകൾക്ക് പ്രേരണ നൽകുന്ന സംഭവങ്ങളെ പറ്റി, വർദ്ധിച്ചു വരുന്ന അക്രമങ്ങളെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് വിളിച്ചാൽ അൺപാർലമെന്ററി ഒന്നും അല്ല. മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ എന്ന് പറയുന്ന പാർലമെന്റിൽ മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ എന്നൊക്കെ ഞങ്ങൾ വിളിക്കുന്നതാണ്. അങ്ങേക്ക് അറിയാമല്ലോ. മിസ്റ്റർ പ്രൈം മിനിസ്റ്റർ എന്ന് വിളിച്ചോണ്ട് ഞാൻ പാർലമെന്റിൽ ഞാൻ അങ്ങേ മോശക്കാരനാക്കി. 5 വർഷം കേട്ടതാ. 2016 മുതൽ 21 വരെയുള്ള 5 വർഷം ആ വിളി ഞാൻ കേട്ടുകൊണ്ടിരുന്നതാ. അത് കേൾക്കാത്ത ആളല്ല ഞാൻ. അത് പഠിപ്പിക്കാൻ ഈ അവസരം ഉപയോഗിക്കണ്ട. മാന്യമായിട്ടാണ് സംസാരിച്ചത്, മോശമായിട്ടല്ല. സാർ, ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടക്കൊലപാതകങ്ങളും ലഹരിയുടെ വ്യാപനവും തടയുന്ന കാര്യത്തിൽ ഈ ഗവൺമെന്റ് പരാജയപ്പെട്ടു എന്നുള്ള കാര്യം സത്യമാണ്. നിങ്ങളെ തടയണം. ഈ സമൂഹം ആഗ്രഹിക്കുന്ന ഗവൺമെന്റിൽ നിന്ന് അതാണ്, സാരോപദേശമല്ല. സാറ്, ഞാൻ ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോൾ ക്ലീൻ ക്യാമ്പസ്, സേഫ് ക്യാമ്പസ് എന്ന പദ്ധതി ഞങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട്. ഞങ്ങൾ ലഹരി മാഫിയ അടിച്ചമർത്തിയിട്ടുണ്ട്. ബ്ലേഡ് മാഫിയ ഞങ്ങൾ അടിച്ചമർത്തിയിട്ടുണ്ട്. ഗുണ്ടകളെ ഞങ്ങൾ അടിച്ചമർത്തിയിട്ടുണ്ട്. കഴിഞ്ഞ 9 വർഷക്കാലം നിങ്ങൾ ഉറങ്ങുകയായിരുന്നു. നിങ്ങളൊന്നും ചെയ്യുമായിരുന്നില്ല. സർ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സമൂഹത്തെ ബാധിക്കുന്ന ഏറ്റവും ഗുരുതരമായ പ്രശ്നങ്ങളിൽ ഗവൺമെന്റിന് റോൾ ഉണ്ടാകണം. ഗവൺമെന്റിനാണ് റോൾ എടുക്കേണ്ടത്. അല്ലാണ്ട് നമ്മൾ ഒരുമിച്ച് ഒരു പ്രമേയം പാസ്സാക്കി പോവല്ല. ഗവൺമെന്റ് ഷുഡ് ആക്ട്. ഗവൺമെന്റ് പൊളിറ്റിക്കൽ പേട്രണേജ് കൊടുത്തുകൊണ്ട് അക്രമകാരികൾക്ക് പ്രോത്സാഹനം കൊടുക്കാൻ പാടില്ല. തെറ്റിനെ തെറ്റായി കാണാൻ